ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒരുപാട് ലെങ്ത് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ഇത്തിരി ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ദാ നമ്മൾ രാവിലെ തന്നെ കുട്ടികൾക്ക് പല്ലും ഒക്കെ തേച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കാലിച്ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരിതുപോലെ ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടന്നോളൂല്ലോ. അപ്പം ഇന്ന് എന്തായാലും പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അനിയത്തിയാണ് പുട്ടൊക്കെ റെഡിയാക്കുന്നത്. അപ്പം ഞാൻ വേഗം അലക്കി ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഹൻസ എന്നോട് കോലുമിഠായി കൊടുത്തിട്ട് അതൊന്ന് പൊളിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൊടുത്തു. പിന്നെ മിന്നുവിന് ഈ കോലുമിഠായി വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ ഇതാ തലേ ദിവസം എടുക്കാനായിട്ട് മറന്നതായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ നേരം വെളുത്ത പാടെ തന്നെ നമ്മളത് എടുക്കാനായിട്ട് നിൽക്കില്ല. കാരണം ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് അത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ആ ഒരു നനവ് പോലത്തെ ഫീലൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വെയിലുദിക്കാനായിട്ട് കാത്തു നിന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 10 മണിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്ത ബാച്ച് അലക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഒന്ന് വെയിൽ കൊണ്ട് എടുത്തതാണ് കേട്ടോ. നീ കോൽമുട്ടായി തിന്നോ? ആ ഇതാ അച്ഛമ്മ കഴിക്കണോക്ക്. നീ കഴിക്കൂലല്ലോ. കഴിക്കോ? പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ മെയിൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മെയിൻ ചായക്ക് പിന്നെ നമുക്ക് ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം എല്ലാവർക്കും പാൽ ചായ ഉണ്ടാക്കും. പിന്നെ ഇതുപോലെ കട്ടൻ ചായയാണ് കേട്ടോ. ഈ ഒരു കട്ടൻ ചായ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലാണെങ്കിൽ അതും ഉണ്ടാക്കില്ല കേട്ടോ. അതിൻ്റെ കൂടെ വെള്ളം എന്തെങ്കിലും കുടിക്കുള്ളൂ. മെയിൻ ചായ ആയിട്ട് ഒറ്റ തവണ രാവിലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാഷാഅല്ലാ അൻസയൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാനയും ഇതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പുട്ടിൻ്റെ കൂടെ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ ആണെങ്കിൽ അതുപോലെ കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പഴം കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാറാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, മിന്നും ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് വലിയ സീനില്ല. ആൾക്കൊന്നും കൂടെ കറി കൂട്ടി കൊടുക്കുന്നതിൽ നല്ലത് കഴിക്കാൻ ഇൻട്രസ്റ്റ് പുട്ട് പഴം കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഹൻസാന്റെ കവറിൽ നിന്ന് പോയിട്ട് തൊപ്പിയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ആളത് കൊണ്ടുപോയി വെക്കും, തിരിച്ച് വീണ്ടും എടുത്തുകൊണ്ട് വരും, അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. കവറിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അപ്പം ഞാൻ വെറുതെ അവൾക്കത് തൊലിച്ച് കോൽമുട്ടായിയാണ് കേട്ടോ, അതൊന്ന് വെറുതെ കൊടുത്തു നോക്കി. പക്ഷെ ആൾ കഴിക്കണേ ഇല്ല കേട്ടോ. അവസാനം പൊട്ടിച്ചതല്ലേ പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അവൾക്ക് എന്തോ അറിയില്ല, ഇതിനോട് തീരെ താല്പര്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം കൊടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഇവിടെ നിന്നല്ല അവിടെ ആയാലും ഇടയ്ക്ക് ഇതുപോലെ നല്ല സ്വഭാവമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ അതിങ്ങനെ മൂലയിൽ ഇങ്ങനെ കൂടി കിടക്കും. അപ്പോൾ വേഗം മടക്കി വെക്കുന്നത് കൊണ്ട് വലിയ സീനില്ല. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മെഷീനിൽ ഒരു രണ്ട് ദിവസത്തൊക്കെ കൂടുമ്പോൾ ഇടുമ്പോൾ അത്യാവശ്യം ഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മൾ കല്ലിൽ ഇങ്ങനെ അലക്കിയെടുക്കുന്ന കാരണം അത്ര ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം മടക്കി വെക്കാനും എളുപ്പമാണ്. നമുക്കൊരു മടിയും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഞാനൊന്ന് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസമാണ് ഞാൻ അത് ഒരു ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എഡിറ്റിങ് ഞാൻ അന്നും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒരു ദിവസം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്രത്തോളം ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ രണ്ടാളും കൂടെ ഒളിച്ചു കളിയാണ് പറഞ്ഞിട്ട് കർട്ടൻ്റെ പിറകിൽ കളിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു തവണ നമ്മളെ മിന്നു അലമാരയുടെ മേലെ പോയിട്ട് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കളി അവിടെ സ്റ്റോപ്പായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അലക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കാൻ നിൽക്കുന്ന ഭാഗത്ത് ഉറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വിട്ടതാണ് കേട്ടോ. നമ്മൾ സാധാ ഉറുമ്പാണെങ്കിലും കുഴപ്പമില്ല, നല്ല കടിക്കണ ജാതി ഉറുമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ച് വിട്ടപ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ല, ഉറുമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അലക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ രാവിലെ അലക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, വെയിലൊന്നുമില്ല കേട്ടോ.
അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മടിയും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ അലക്കാനും തോന്നൂല, അവിടെ കൂടി കിടക്കുകയെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇടയിൽ ചിലപ്പോൾ ഞാൻ 2 ദിവസമൊക്കെ ഉള്ളത് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അവിടെ പിന്നെ മെഷീനിൽ ഇടാലോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ മിന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ഇറങ്ങിയിരുന്നൊന്നുമില്ല. അപ്പം നെൻസന്റെ ചെരുപ്പൊക്കെ കിട്ടിയപ്പോൾ ഇതാ വേഗം അത് ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നൊരു 2 ദിവസം മാത്രമേ ആൾ പുറത്തിറങ്ങാതെ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഇറങ്ങി കണ്ടപ്പോൾ എൻ്റെ പിന്നാലെ അങ്ങനെ ഇറങ്ങും അലക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഷാനയ്ക്ക് ജാസി തലയൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെൽസ വന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാളും ഏകദേശം നല്ല ഒരു കൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടായി സെറ്റായൊക്കെ വരുമ്പോഴേക്കിനും എനിക്ക് പോകാനുള്ള ദിവസവും അതാ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ പിന്നെ അൽഹംദുലില്ലാ അവർ നല്ല സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കളികൾ, അവരുടേതായിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും കേട്ടോ. അപ്പം അതിനിടയിൽ ഇതാ ഷാനാൻ്റെ കാലിനെന്തോ വയ്യായിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിന് ചെറിയ വേദന ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് പരിഭവം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് മിന്നു കുളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാർട്സാണ് കറിയായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഷാൻ അതിൽ ലിവർ തപ്പിയെടുക്കണ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്, ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാനിരുന്ന്. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് തന്നെ മിന്നുവിനും കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പക്ഷെ മിന്നു അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, 1-2 വായ അങ്ങനെ വന്ന് തിന്നു. പിന്നെ ആളെ ഞാനിതാ വേഗം തൊട്ടിയിൽ ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് കിടത്തുമ്പോൾ കുറേ നേരം പിടിക്കും, തൊട്ടിലാകുമ്പോൾ വേഗം കിടന്നോളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ എൻസിയും അതേപോലെ ഷാന ഇതാ വോട്ടൊക്കെ ചെയ്തു പറഞ്ഞിട്ട് ഇത് അനിയത്ര പരിപാടിയാണ് കേട്ടോ. വിരലിൽ ഇങ്ങനെ മഷിയാക്കി കൊടുത്തേക്കാണ് കേട്ടോ. നമ്മളൊക്കെ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്ന അന്ന് മുതൽ അവരിങ്ങനെ കാണുന്നതല്ലേ. അപ്പോൾ വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്തു കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തുടക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ജാസി അടിച്ചു വാരി ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തുടക്കാനായിട്ടും നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുടപ്പ് കൊണ്ട് തുടക്കാൻ നല്ല സുഖം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിൽ പോയിട്ട് ഇതുപോലൊരു തുടപ്പ് വാങ്ങണം. കാരണം നമ്മളെ തുടപ്പ് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ തുടക്കൽ കാര്യങ്ങൾ കഴിയൂല കേട്ടോ. കുറച്ച് സമയം എടുക്കും നമ്മൾ അവിടുത്തെ മോപ്പ് കൊണ്ട് തുടക്കുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് തുടച്ചപ്പോൾ പിന്നെ വേഗം നമ്മളെ പരിപാടിയൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും അവിടെ പോയിട്ട് ഇതുപോലൊരു മോപ്പ് വാങ്ങണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഷാന കുളിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയാണ് കുറേ ഇങ്ങനെ പറയണം കുളിക്കുന്ന. ഇടയ്ക്ക് നമുക്ക് 7 മണി 8 മണി എന്നൊന്നുമില്ല, രാവിലെ പോയിട്ട് പറയാതെ തന്നെ ആളിങ്ങനെ കുളിച്ച് വരും കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ 6 മണിയൊക്കെ ആവും, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കുളിച്ചിറങ്ങുന്നത് കേട്ടോ. ഇന്നിപ്പോൾ പറഞ്ഞ് ചോറുന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ടുള്ളത്. അപ്പൊ നനഞ്ഞ മുടി ഇങ്ങനെ വാരുമ്പോൾ ഞാൻ അങ്ങനെ പറയണ്ട, അതിന് മറുപടി പറയുകയാണ് കേട്ടോ. അങ്ങനെ നനഞ്ഞ മുടി ചീപ്പോണ്ട് ഇങ്ങനെ അപ്പം തന്നെ വാരരുത്, കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിയിട്ടൊക്കെ സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടി തരികയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പഴമൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിന്നുവിന് നേന്ത്രപ്പഴം വലിയ താല്പര്യമില്ല കേട്ടോ. ആദ്യമൊക്കെ കഴിച്ചിരുന്നു, അപ്പം അങ്ങനെ കഴിക്കുന്നില്ല ആള്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ തന്നെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പം അവള് കുറച്ച് കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എൻസിയും വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ആള് നിൽക്കുകയാണ് കേട്ടോ. എത്ര തന്നെ എടുക്കാൻ നോക്കിയിട്ടും ആള് ഞാൻ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും കളിക്കും കേട്ടോ. എങ്ങനെയെന്ന് അറിയില്ല, കുട്ടിക്ക് ഞാൻ ക്യാമറയായിട്ട് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ വെറുതെ കാണാതെയൊക്കെ എടുക്കാനായിട്ട് നോക്കി, പക്ഷെ ആള് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. വെറുതെ ചാടി കളിച്ച് കാണിച്ചു തരാം, ഞാൻ ഡാൻസ് കളിച്ചു തരാൻ പറഞ്ഞിട്ട് കേട്ടോ. നീ വെറുതെ ചാടി കളിക്കല്ലേ, സ്റ്റെപ്പ് അതേപോലെ ഇടണ്ടേ. പിന്നെ എപ്പോഴും അതെ ഇതുപോലെ എന്നോട് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആള് വേഗം എന്നെ ആൾക്ക് കൊണ്ടുപോയി വീണ്ടും ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ കളിക്കാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ക്യാമറ ഓഫാക്കി പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആള് ഫോണിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റെപ്പൊക്കെ കളിക്കും കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഫോണും കൊണ്ട് പോയത്, പക്ഷെ ആള് കളിക്കണേ ഇല്ല. പിന്നെ ഞാൻ വെറുതെ ഫോണില്ലാതെ നോക്കിയിരുന്നപ്പോഴൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ അവരെ കൂടെ ഇരുന്ന് പിന്നെ ഉച്ചയ്ക്ക് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ എന്തായാലും പിറ്റേ ദിവസത്തേക്ക് എടുക്കാനായിട്ട് വെച്ചിട്ടില്ല. ചില സമയത്ത് അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാതെ ഇട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വേഗം കൊടുന്നിട്ട്
അപ്പോൾ തന്നെ മടക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം എടുത്തിട്ടോ. അപ്പോൾ 2-3 അങ്ങനെ കുറച്ച് കട്ടിയുള്ളത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ രണ്ടാള് കോലുമുട്ടായിയൊക്കെ തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയിട്ട് പിന്നെ അങ്ങനെ ഒന്ന് വീഡിയോ ഓണാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയമൊക്കെ മിന്നു കിടന്നുറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ലോലിപ്പോപ്പും സാധാ ലോലിപ്പോപ്പൊന്നും മിന്നു കഴിക്കൂല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മിന്നു ഉറക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫോണും കണ്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഇരുത്തിയൊക്കെയാണ് കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ പിന്നെ ഇവർക്ക് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.